ഹലോ. ഓക്കെ, നിങ്ങൾക്ക് വോയിസ് ഇത്രയും നേരം എനേബിൾ ആയിരുന്നില്ലല്ലോ. ഓക്കെ, വോയിസ് ഇത്രയും നേരം നിങ്ങൾക്ക് എനേബിൾ ആയിരുന്നോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇത്രയും നേരം വോയിസ് ഓക്കെ ആയിരുന്നോ? വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ദിസ് സിക്സ്ത് മൊഡ്യൂൾ, ഫൈനൽ മൊഡ്യൂൾ, മെയിൻലി മൂന്ന് പാർട്ടാണുള്ളത്. First part is about transport layer and different protocols used in the transport layer. Second part is about application layer, the final layer, and some protocols in the application layer. And finally, some topics regarding domain name system. Okay, ഈ ഇത്രയും പാർട്ടാണ് സിക്സ്ത് മൊഡ്യൂളിൽ നിങ്ങൾക്കുള്ളത്. മൂന്ന് പാർട്ട്, അതിൻ്റെ ആ ഓരോ പാർട്ടിലുള്ള കുറച്ച് പ്രോട്ടോകോൾസ്. Transport layer, some of the protocols present in the transport layer and its working. Application layer, some of the protocols present in the application layer and its working. And finally, domain name system. What is domain name system and what are the different iterative structures used in this domain name system? Okay, ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള സിക്സ്ത് മൊഡ്യൂളിലെ കൺസെപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ട് ലെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് OSI റെഫറൻസ് മോഡൽ. OSI റെഫറൻസ് മോഡലിൽപ്പെട്ട ഒരു ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. എത്രാമത്തെ ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ ഫ്രം ബോട്ടം ഇൻ OSI റെഫറൻസ് മോഡൽ? OSI റെഫറൻസ് മോഡലിലെ ഫ്രം ബോട്ടം എത്രാമത്തെ ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ? Yes, exactly. Fourth layer ആണ് transport layer. Actually, there are 7 layers in OSI reference model, and transport layer is the fourth layer from bottom. Physical data link network, then transport layer, then session, presentation, and application. Okay. So transport layer is the fourth layer in the open system interconnection model, and it's responsible for the end-to-end communication over a network. ഒരു നെറ്റ്വർക്കിലുള്ള end-to-end communication വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. And what are the major protocols present in this transport layer? ഓൾറെഡി രണ്ട് പ്രോട്ടോക്കോളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട്. പേരുകൾ നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്, നമ്മൾ ലാബിലൊക്കെ ഇത് ചെയ്തിട്ടുമുണ്ട്. ദാറ്റ് ഈസ് TCP and UDP. And there are some other protocols like SCTP and DCCP, like Stream Control Transmission Protocol, Datagram Congestion Control Protocol. These protocols are also used in or also present in transport layer. ഓക്കെ, സോ ഈ മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് TCP UDP എന്നുള്ള രണ്ട് കൺസെപ്റ്റാണ്. വാട്ട് ഈസ് TCP, വാട്ട് ഈസ് ദ പാക്കറ്റ് സ്ട്രക്ചർ ഓഫ് TCP ആൻഡ് UDP, ആൻഡ് വാട്ട് ഈസ് ദ വർക്കിംഗ് ഓഫ് ആൻഡ് ഹൗ TCP വർക്ക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ പ്രോട്ടോകോൾസ് ആയിട്ടുള്ള TCP ആൻഡ് UDP ഇതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ പാർട്ട് സിക്സ്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇതിൽ ഒന്ന് കണക്ഷൻ ഓറിയൻറ്റഡും ഒന്ന് കണക്ഷൻ ലെസ്സും ആണ്. ഇതിൽ ഏതാണ് കണക്ഷൻ ഓറിയൻറ്റഡ്? TCP ആൻഡ് UDP. ഏത് പ്രോട്ടോക്കോളാണ് കണക്ഷൻ ഓറിയൻറ്റഡ്? TCP ആണോ UDP ആണോ? Connection oriented in the sense, first of all we have to create a connection, establish a connection, then only we do the data transfer, so we can ensure the reliability. Okay, so that's about connection oriented. TCP UDP ഇതിൽ ഏതാണ് കണക്ഷൻ ഓറിയൻറ്റഡ്? ഒന്ന് കണക്ഷൻ ഓറിയൻറ്റഡും ഒന്ന് കണക്ഷൻ ലെസ്സും ആണ്. ഏതാണ് കണക്ഷൻ ഓറിയൻറ്റഡ്? ഓക്കെ, എക്സാക്ട്ലി TCP ആണ് കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ. UDP is a connection less protocol and which is mainly used for datagram services. Okay, so this is the introduction. What is transport layer and what are the different protocols used in transport layer, which include TCP, UDP, SCTP and DCCP. Then first, what is TCP? Transmission Control Protocol. ഈ TCPയുടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, ഇറ്റ്സ് കണക്ഷൻ ഓറിയൻറ്റഡ്. ഇതൊരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്മിഷൻ which means between two end points. ഇറ്റ്സ് എ റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ. അതായത് TCP എപ്പോഴും റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് പ്രൊവൈഡ് ചെയ്യുക. എന്താണ് റിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? when a data is sent, we can ensure that that data will reach the destination.
എന്തായാലും അത് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടാവും. അതിനാണ് റിലയബിൾ എന്ന് പറയുക. എന്തുകൊണ്ടാണ് TCP റിലയബിൾ ആവുന്നത്? TCP is a connection oriented protocol. So we establish a connection between the sender and receiver, and most of the cases all the resources will be also completely reserved for this purpose. So we can ensure that send ചെയ്ത ഡാറ്റ എന്തായാലും റിസീവറിലോട്ട് എത്തിയിട്ടുണ്ടാവും എന്ന് പറയാം. That's why we call TCP as a reliable protocol എന്ന് പറയുന്നത്. Or we can perform the reliable data transfer by using TCP. ബട്ട് UDP അങ്ങനെയല്ല, കണക്ഷൻ ലെസ് ആണ്. ഒരു ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. സോ ഡാറ്റയെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും, ബട്ട് വി കനോട്ട് എൻഷുർ ദാറ്റ് ദ ഡാറ്റ വിൽ റീച്ച് ഓൾ ദ ടൈം ടു ദ ഡെസ്റ്റിനേഷൻ. എപ്പോഴും അത് ഡെസ്റ്റിനേഷൻ എത്തുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇൻ കേസ് ഓഫ് UDP. ബട്ട് TCP നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ റിലയബിൾ പ്രോട്ടോകോൾ. മാത്രമല്ല ഡാറ്റ വിൽ ബി ഡെലിവേർഡ് ഇൻ ഓർഡർ. എന്താണ് ഇൻ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കറക്റ്റ് ഓർഡറിൽ തന്നെ ഡാറ്റയെ നമുക്ക് ഡെസ്റ്റിനേഷനോട് എത്താൻ പറ്റും. കാരണം കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പ്രീ ഡിഫൈൻഡ് പാത്തിലൂടെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് പാക്കറ്റിന്റെ വേക്ക് തന്നെയായിരിക്കും സെക്കൻഡ് ഉണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് ഓൺലി 3 comes 4 comes. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് പ്രിസേർവ് ദ ഓർഡർ. ഓർഡർ കറക്റ്റ് ഓർഡറിലായിരിക്കും ഇത് ഡെലിവർ ആകുന്നുണ്ടാവുക. ബട്ട് UDP നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റാഗ്രാം പ്രോട്ടോകോൾസ് ആണ്, അല്ലെങ്കിൽ ഡാറ്റാഗ്രാം പാക്കറ്റാണ് അയക്കുന്നതെങ്കിൽ ഓരോന്നും ഓരോ റൂട്ട് വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. ഒരു പ്രീ ഡിഫൈൻഡ് പാത്ത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് ഇത് എപ്പോഴും കറക്റ്റ് ഓർഡറിൽ തന്നെ എത്തണം എന്നില്ല. സോ വി നീഡ് സം അഡീഷണൽ മെക്കാനിസം ടു മേക്ക് ദം ഇൻ എൻ ഓർഡർ ഫോർമാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് UDP. സോ ഇൻ കേസ് ഓഫ് TCP ഇറ്റ്സ് എ റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ഡാറ്റ ഡെലിവേർഡ് ഇൻ ഓർഡർ. Full duplex communication. TCP uses full duplex communication. What do you mean by full duplex? മുന്നേ പഠിച്ചതാണ്. What is full duplex? ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ് സിംപ്ലക്സ്, എന്താണ് ഹാഫ് ഡ്യൂപ്ലക്സ്, എന്താണ് ഫുൾ ഡ്യൂപ്ലക്സ്. വാട്ട് യു മീൻ ബൈ ഫുൾ ഡ്യൂപ്ലക്സ്? ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? Respond to you. What do you mean by full duplex? സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് ഒക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. മീൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. യെസ്, സെൻഡർ ആൻഡ് റിസീവർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് സൈമിൾട്ടേനിയസ്. എക്സാക്ട്ലി പാരലായിട്ട് സെൻഡർക്കും റിസീവർക്കും ഒരേ ടൈം തന്നെ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് full duplex communication. So TCP offers full duplex communication. So these are the features of TCP. Then stream interface, continuous sequence of octet. Continuous sequence of octet ആയിട്ടായിരിക്കും ഡാറ്റ അയക്കുന്നുണ്ടാവുക. Connection setup or startup means data on old connection does not confuse new connections. പഴയ കണക്ഷൻസും പുതിയ കണക്ഷൻസും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ആൻഡ് ഗ്രേസ്ഫുൾ കണക്ഷൻ ഷട്ട് ഡൗൺ. ഗ്രേസ്ഫുൾ കണക്ഷൻ ഷട്ട് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ സെൻഡ് ബിഫോർ ക്ലോസിംഗ് എ കണക്ഷൻ ഈസ് നോട്ട് ലോസ്റ്റ്. നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ സെൻഡ് ചെയ്ത ഡാറ്റ എന്തായാലും ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്ഫുൾ കണക്ഷൻ ഷട്ട് ഡൗൺ. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് TCP. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഇറ്റ്സ് എ കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോക്കോൾ, point to point communication, that is between two endpoints. It provides reliable data transfer, which means we can ensure that the data will reach the destination and data is delivered in order, correct order ലായിരിക്കും ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ടാവുക. And full duplex communication, it supports full duplex communication. That means the sender and receiver can send data simultaneously at the same time or parallel. Stream interface and reliable connection startup and graceful connection shutdown, which means ഓൾഡ് കണക്ഷൻസും ന്യൂ കണക്ഷൻസും നമ്മൾ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അതേപോലെ ഈ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ഡാറ്റ സെൻഡ് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഡെസ്റ്റിനേഷനിലായിട്ട് എന്തായാലും എത്തിയിട്ടുണ്ടാവും. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. നൗ TCPയുടെ ഹെഡർ ഫോർമാറ്റ് ആണ്. 6th മൊഡ്യൂളിൽ നമ്മൾ 5th മൊഡ്യൂളിൽ കുറേ
ഹെഡർ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ IPv6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡർ ഫോർമാറ്റ് ആയിരുന്നു ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അതേപോലെ 6th മൊഡ്യൂളിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡർ ഫോർമാറ്റ് ആണ് TCP ഹെഡർ ഫോർമാറ്റ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിന്റെ ഹെഡർ ഫോർമാറ്റ്. ആൻഡ് ദിസ് ഈസ് ദ ഹെഡർ ഫോർമാറ്റ്. അത് നീറ്റായിട്ട് വരക്കേണ്ടി വരും. അതിലുള്ള ഓരോന്നും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. 16-bit source port number, 16-bit destination port number, sequence number, acknowledgement number, header length, some reserved field, and some flags. And it includes URG flag, ACK flag, PSH flag, RST flag, SYN, FIN. These are the different flags which are used in TCP header. Window size, checksum, urgent pointer, then some optional field. After that, the data part. These are the different fields that involved in or that contained in the header format of TCP. Source port number, destination port number, sequence number, acknowledgement number, header length, reserved field, some flag field, window size, checksum field, urgent pointer and optional field. അതിനുശേഷമായിരിക്കും ഡാറ്റ ഫീൽഡ് അല്ലെങ്കിൽ ആക്ച്വലി ഇൻഫർമേഷൻ ഫീൽഡ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതിൽ ഇനി ഓരോന്നും എന്താണെന്ന് നോക്കണം. സോഴ്സ് പോർട്ട് നമ്പർ. ഈ പോർട്ട് നമ്പർ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഈ പോർട്ട് നമ്പർ? എവിടെയാണ് നിങ്ങൾ ഈ പോർട്ട് നമ്പർ മുന്നേ കണ്ടിട്ടുള്ളത്? ഈ പോർട്ട് നമ്പർ എന്നുള്ളത് നിങ്ങൾ മുന്നേ ചില പ്ലേസസിൽ കണ്ടിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ പോർട്ട് നമ്പർ കണ്ടിട്ടുള്ളത്? ഏത് ടൈപ്പ് പ്രോഗ്രാമിങ്ങിൻ്റെ അകത്താണ് ഈ പോർട്ട് നമ്പർ കണ്ടിട്ടുള്ളത്? പോർട്ട് നമ്പർ പെർട്ടിക്കുലർ ടൈപ്പ് പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ പോർട്ട് നമ്പർ എന്താണെന്ന് കണ്ടിട്ടുണ്ട്. അത് എന്ത് ടൈപ്പ് പ്രോഗ്രാമിംഗ് ആണ്? ആ പ്രോഗ്രാമിന് സ്പെസിഫിക് ആയിട്ട് ഒരു പേര് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലാബിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, വി കോൾ ദാറ്റ് ആസ് സോക്കറ്റ് പ്രോഗ്രാമിംഗ്. സോക്കറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ആ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ഒരു അഡ്രസ്സും ഒരു പോർട്ട് നമ്പറും ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സെയിം മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കും, then ഒരു പോർട്ട് നമ്പറും കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് സോക്കറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ അകത്തൊക്കെ പോർട്ട് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏത് പ്രോസസ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മൊമെന്റിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് പോർട്ട്, വാട്ട് ഈസ് സോക്കറ്റ് എന്നൊക്കെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെക്കുക, എന്താണ് സോക്കറ്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്താണ് പോർട്ട് നമ്പർ. ഓക്കെ, ഒരു പ്രോസസ്സിനൊക്കെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്ട് നമ്പർ. സോ സോഴ്സ് പോർട്ട് നമ്പർ ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ. 16-bit ഉള്ള ഫീൽഡാണ് ഈ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ചില പോർട്ടുകൾ പെർമനന്റ് ആയിട്ട് ചില ആപ്ലിക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ മൾട്ടികാസ്റ്റിങ്ങിൻ്റെ കേസ് കണ്ടിട്ടുണ്ട്. പെർമനന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ ചില പോർട്ട് നമ്പർ നമ്മൾ എപ്പോഴും ഒരു കോമൺ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള പെർമനന്റ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ഉണ്ട്, ടെമ്പററി ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിനകത്ത് ലാബിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള ടെമ്പററി പോർട്ട് നമ്പേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഹിയർ ദർ ആർ സം പെർമനന്റ് പോർട്ട് നമ്പേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ സം സ്പെസിഫിക് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ 20 എന്നുള്ള പോർട്ട് നമ്പർ എപ്പോഴും FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. ടെൽനെറ്റ് 23, DNSന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 53, HTTPക്ക് യൂസ് ചെയ്യുന്ന പെർമനന്റ് പോർട്ട് നമ്പറാണ് 80. ഇങ്ങനെയുള്ള കുറച്ച് പെർമനന്റ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് വി ക്യാൻ യൂസ് ടെമ്പററി പോർട്ട് നമ്പർ അക്കോർഡിംഗ് ടു അവർ നീഡ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് പോർട്ട് നമ്പർ. സോഴ്സിൻ്റെ പോർട്ട് നമ്പറും ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറും. നിങ്ങൾ സോക്കറ്റ് പ്രോഗ്രാമിംഗ് ലാബ് എക്സ്പെരിമെൻറ്റിൻ്റെ അകത്ത് നോക്കിയാൽ സെർവർ, ക്ലയൻറ്റ്, അതിനകത്ത് നമ്മൾ ക്ലയൻറ്റിൻ്റെ അകത്ത് ഏത് പോർട്ട് നമ്പറാണ് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും സെർവറിൽ കൊടുക്കുന്നുണ്ടാവുക. സെർവറിൽ ഏത് പോർട്ട് നമ്പറാണ് കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ക്ലയൻറ്റിൽ കൊടുക്കുന്നുണ്ടാവുക. ആ പോർട്ട് നമ്പർ വെച്ചിട്ടാണ് യൂണീക്ക് ആയിട്ട് പേഴ്സൺ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, IP വെച്ചിട്ട് ആ മെഷീൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ മെഷീൻ്റെ അകത്തുള്ള ഏത് പ്രോസസ്സാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പോർട്ട് നമ്പർ. സോ സോഴ്സ് പോർട്ട് നമ്പർ ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ. And there are some fixed or permanent port number.
20 for FTP, 23 for Telnet, 53 DNS, 80 HTTP. Okay, so that's about source and destination port number. Next, sequence number. Okay, sequence number എന്തായിരിക്കും? പേര് തന്നെയുണ്ട് sequence number. Sequence number അല്ലെങ്കിൽ അതിന്റെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബൈറ്റ് ഇൻ ദ സെഗ്മെന്റ്, ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ, ആ ഒരു വലിയൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതിന് പല സീക്വൻസ് നമ്പറുള്ള മെസ്സേജസ് ആയിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. യു നോ വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് സീക്വൻസ് നമ്പർ. അത് തന്നെയാണ് ഈ സീക്വൻസ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ACK number means acknowledgement number. Acknowledgement number means next byte expected. ഏത് ബൈറ്റ് ആണ് നെക്സ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, അതിന്റെ നമ്പർ, അതാണ് acknowledgement number കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടു പോർട്ട് നമ്പേഴ്സ്, സീക്വൻസ് നമ്പർ ആൻഡ് acknowledgement number. Then header length. Header length എന്താ? അതും പേര് തന്നെയുണ്ട്, ലെങ്ത് ഓഫ് ദ ഹെഡർ. ഹെഡറിന്റെ ലെങ്ത് എത്രയാണ്? നമ്പർ ഓഫ് 32 ബിറ്റ് വേർഡ് ഇൻ ദ ഹെഡർ. ഹെഡറിന്റെ അകത്ത് എത്ര ലെങ്ത് ഉണ്ട് എന്ന് പറയുന്ന ഫീൽഡാണ് ഹെഡർ ലെങ്ത് ഫീൽഡ്. Okay, then some reserved fields are there. Then we have some flag field. കുറച്ച് ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഫ്ലാഗ്സ്? URG flag, ACK flag, PSH flag, RST flag, SYN flag and FIN flag. ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫ്ലാഗ്സ് യൂസ് ചെയ്യുന്നത്. കുറേയൊക്കെ ആ ടേം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഫ്ലാഗ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. URG മീൻസ് അർജന്റ് ഫ്ലാഗ്, ACK acknowledge, PSH push flag, PSH means push, RST means reset, SYN means സിങ്ക്രോണൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, FIN മീൻസ് ഫൈനൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. വൺസ് അഗൈൻ, URG അർജന്റ്, ACK acknowledge, PSH push, RST reset, SYN സിങ്ക്രോണൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിങ്ക്രോണൈസേഷൻ ഫ്ലാഗ്, FIN ഫൈനൽ. ഓക്കെ, സോ അർജന്റ് പോയിന്റർ ഫീൽഡ് വിച്ച് മീൻസ് ഒരു പ്രയോറിറ്റിക്ക് ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അർജന്റ് പോയിന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ടൻസ് ഉള്ള അർജന്റ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പാക്കേജ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുത്തിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദാറ്റ് ഇസ് അബൌട്ട് അർജന്റ് പോയിന്റർ. ദെൻ അക്നോളജ്മെന്റ് ഫീൽഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് അക്നോളജ്മെന്റ്? ഓക്കെ, പുഷ് ഫംഗ്ഷൻ, അതും ഒരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പുഷ് ഫംഗ്ഷൻ. റീസെറ്റ് കണക്ഷൻ റീസെറ്റ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലാഗ്. അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് ആ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് കണക്ഷൻ ഒന്ന് റീസെറ്റ് ചെയ്യണം എന്നാണ്. സിങ്ക്രണൈസ് ദ സീക്വൻസ് നമ്പറിനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിങ്ക്രണൈസേഷൻ ഫ്ലാഗ്. ഫൈനൽ മീൻസ് ഇനി ഡാറ്റയൊന്നും വരാനില്ല, അതായത് ഏറ്റവും ലാസ്റ്റ് ഉള്ള സെഗ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ആ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇനിയും ഈ ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട് കുറച്ചൊരു പാർട്ടുകൾ വരാൻ ബാക്കിയുണ്ട്. അത് ഫൈനലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓക്കെ, ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ആ ഒരു പെർട്ടിക്കുലർ മെസ്സേജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫ്ലാഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ TCP. വൺസ് അഗൈൻ, അർജന്റ് പോയിന്റർ, അക്നോളജ്മെന്റ് ഫീൽഡ്, പുഷ് ഫംഗ്ഷൻ, ഇതൊക്കെ പ്രയോറിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റീസെറ്റ് കണക്ഷൻ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ഷൻ റീസെറ്റ് ചെയ്യണം. സിങ്ക്രോണൈസേഷന് വേണ്ടിയിട്ട് FIN എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഫ്ലാഗാണ് FIN സെറ്റ് ചെയ്തിട്ടില്ല മീൻസ് ഇനിയും ഒരു പെർട്ടിക്കുലർ മെസ്സേജിന്റെ ഭാഗമായിട്ട് പാക്കറ്റുകൾ വരാനുണ്ട് എന്ന് മനസ്സിലാക്കും. അത് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള പാക്കറ്റാണ് വന്നിട്ടുള്ളത്. ആ ഒരു പെർട്ടിക്കുലർ മെസ്സേജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ മെസ്സേജിനെ പല പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ്സ് അബൌട്ട് FIN flag. Okay, so these are the different flags. Then window size. Window size means the maximum amount of received data. നിങ്ങൾ എന്താണ് വിൻഡോ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ട്രാൻസ്മിഷൻ വിൻഡോ, റിസീവിംഗ് വിൻഡോ, ആ വിൻഡോസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലോ കൺട്രോൾ നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, സോ അങ്ങനെയുള്ള ആ വിൻഡോ സൈസിന്റെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫീൽഡാണ് വിൻഡോ എന്ന് പറയുന്ന 16 ബിറ്റ് ഫീൽഡ്. എത്ര എമൗണ്ട് ഡാറ്റ അറ്റ് എ ടൈം എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഫീൽഡാണ് വിൻഡോ ഡാറ്റ ഓർ വിൻഡോ ഫീൽഡ്. ചെക്സം ഫീൽഡ് അറിയാം, ഇറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ദർ ഈസ് എൻ അർജന്റ് പോയിന്റർ. ഇറ്റ് പോയിന്റ്സ് ടു ദ ബൈറ്റ് ഫോളോയിങ് അർജന്റ് ഡാറ്റ. അർജന്റ് ഡാറ്റ അല്ലെങ്കിൽ പ്രയോറിറ്റി ഡാറ്റയെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പോയിന്ററാണ് അർജന്റ് പോയിന്റർ.
Then some optional fields are there. It's a variable length field and that contains some additional information regarding a particular communication like maximum segment size, window scale factor, timestamp, end of options, അങ്ങനെയുള്ള extra informations ആണ് option field ഉണ്ടായിരിക്കുക. Okay, so these are the components of a TCP header. Okay, so ഒന്നുകൂടി ഫിഗർ നോക്കിക്കോളൂ. ഇത്രയും കണ്ടന്റുകളാണ് TCPയുടെ ഹെഡറിലുള്ളത്. 16-bit source port number, destination port number, sequence number, acknowledgement number, head, some reserved field, some flag bytes, window size, checksum, urgent pointer, and some optional field. Finally, data. അതിൽ സോഴ്സ് പോർട്ട് നമ്പർ, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്തിനാണ് ഈ പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോക്കറ്റ് പ്രോഗ്രാമിംഗ്, എസ്പെഷ്യലി ഫോർ ഐഡന്റിഫൈയിങ് വിച്ച് പ്രോസസ് ഈസ് റിക്വസ്റ്റിംഗ്. IP അഡ്രസ് യൂസ് ചെയ്തിട്ട് മെഷീൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിലുള്ള ഏത് പ്രോസസ്സാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാകും പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ദർ ആർ സം ഫിക്സഡ് പോർട്ട് നമ്പേഴ്സ്. അത് എപ്പോഴും ഒരു പെർമനന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 2021 എന്നൊക്കെ പറയുന്നത് FTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 80 എന്ന് പറയുന്നത് HTTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെയുള്ള പെർമനന്റ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പേഴ്സും ഉണ്ടായിരിക്കും. സീക്വൻസ് നമ്പർ എന്താണെന്ന് അറിയാം, അക്നോളജ്മെന്റ് നമ്പർ എന്താണെന്ന് അറിയാം, ഹെഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹെഡറിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്. ദെൻ സം ഫ്ലാഗ് ഫങ്ഷൻസ്, അർജന്റ് പോയിന്റർ ആൻഡ് പുഷ് പോയിന്റർ ഒക്കെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അക്നോളജ്മെന്റ് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടുള്ളത്, റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. FIN എന്ന് പറയുന്നത് ഒരു വലിയൊരു മെസ്സേജിനെ പല പാക്കറ്റ്സ് ആക്കിയിട്ട് അയക്കുന്ന സമയത്ത് ഫൈനൽ ആണോ അല്ലെങ്കിൽ ഇനിയും വരാൻ ബാക്കിയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് FIN ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ്. വിൻഡോ സൈസ് ഫ്ലോ കൺട്രോളുമായി ബന്ധപ്പെട്ടതാണ്. ഇറർ കൺട്രോളുമായി ബന്ധപ്പെട്ട ചെക്സം, അർജന്റ് പോയിന്റർ, സം അഡീഷണൽ ഇൻഫർമേഷൻ, അതാണ് ഈ ഓപ്ഷണൽ ഫീൽഡിൽ ഉണ്ടായിരിക്കുക. Okay, so these are the different components in the TCP header. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. Now next is TCP working. എങ്ങനെയാണ് TCP വർക്ക് ചെയ്യുന്നത്? TCP വർക്കിംഗിൻ്റെ അകത്ത് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണുള്ളത്. കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത്, ആ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഫൈനലി കണക്ഷന് എല്ലാ ഡാറ്റയും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് ടു ടെർമിനേറ്റ് ദിസ് കണക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് കണക്ഷൻ ടെർമിനേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ TCP വർക്കിംഗ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് കണക്ഷൻ ടെർമിനേഷൻ. ഇതിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം എന്ന് പറയുക. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. SIയുടെ മെയിൻ പാർട്ടായിട്ട് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിലുള്ള 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം. ഒന്നുകിൽ ചോദിക്കുക TCPയുടെ അകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ് എന്ന് ടോട്ടലായി ചോദിക്കും. സോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് connection establishment, data transfer and connection termination. In that, connection establishment is achieved by using a special mechanism called 3-way handshaking. Okay, 3-way handshaking actually ഒരു സിമ്പിൾ മെക്കാനിസം ആണ്. അക്നോളജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതിനാണ് 3-way handshaking എന്ന് പറയുന്നത്. Okay, so just understand that TCP connection establishment is achieved by using 3-way handshaking mechanism. എന്താണ് 3-way handshaking mechanism നോക്കാം. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്കൊരു ഫിഗർ വെച്ചിട്ട് തന്നെ നോക്കാം എന്താണ് 3-way ഹാൻഡ് മെക്കാനിസം. ഇതാണ് 3-way ഹാൻഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു സെൻഡർ, ഒരു റിസീവർ. ഈ റിസീവറിൻ്റെ ഇടയിൽ, സെൻഡറിൻ്റെയും റിസീവറിൻ്റെ ഇടയിൽ വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മെക്കാനിസത്തെയാണ് 3-way ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് 3-way ഹാൻഡ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലിസൺ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഈ ലിസൺ കണക്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ എന്താണ് ഇത് ആക്ച്വലി? വാട്ട് ഈസ് കണക്ട് ആൻഡ് വാട്ട് ഈസ് ലിസൺ? ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ടൊരു ടേം പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ആ ഒരു ടേം? ലിസൺ, കണക്ട്. ഈ ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുക?
റിപ്ലൈ ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനൊക്കെ കോമൺ ആയിട്ട് എന്താ പറയുക? യെസ്, എക്സാക്ട്ലി സർവീസ് പ്രിമിറ്റീവ്സ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് സർവീസ് പ്രിമിറ്റീവ്സ്. ഈ സർവീസ് പ്രിമിറ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക, ബേസിക് ഓപ്പറേഷൻസ്. ഓക്കെ, സോ ഇത് ലിസണർ ഇങ്ങനെ അല്ലെങ്കിൽ സെക്കൻഡ് ഡിവൈസ് അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ ആണെങ്കിൽ ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, സോ ഒരു കണക്ട് ചെയ്യാനുള്ള ഇത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് അയക്കും. അത് റിസീവർ സൈഡിലെത്തി. റിസീവർ എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങളെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കും. അത് സെൻഡറിൽ എത്തിക്കഴിഞ്ഞാൽ സെൻഡർ വീണ്ടും എന്ത് ചെയ്യും? ഒരു അക്നോളജ്മെന്റ് അയക്കും. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞ മെസ്സേജ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു അക്നോളജ്മെന്റ് തിരിച്ചയക്കും. ഇതിനെയാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം എന്ന് പറയുക. എന്തുകൊണ്ട് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം, എന്തുകൊണ്ട് 2-way പറ്റില്ല എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കുക, ഇതാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻഡറിന്റെയും റിസീവറിന്റെയും ഇടയിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മെക്കാനിസമാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം. എന്തുകൊണ്ടാണ് 3-way എന്ന് പറയുന്നത്? 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ 3-way ഹാൻഡ് ഷേക്കിംഗ് മീൻസ് ദ സെൻഡർ ഫസ്റ്റ് സെൻഡ് എ റിക്വസ്റ്റ് ഫോർ സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ റിക്വസ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് റിസീവർ ഇങ്ങോട്ടേക്ക് ഒരു അക്നോളജ്മെന്റ് അയക്കും. നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറയുന്ന അക്നോളജ്മെന്റ് ഇവിടെ കിട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും സെൻഡർ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു അക്നോളജ്മെന്റ് അയക്കും. ഇതിനെയാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം എന്ന് പറയുക. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ SYN നിങ്ങൾ നോക്കിയാൽ മതി. ഈ SYN ഒക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലാഗ്സ് ആണ്. നമ്മൾ TCP ഹെഡർ ഫോർമാറ്റിനകത്ത് ഈ ഫ്ലാഗ് പഠിച്ചിട്ടുണ്ട്, SYN സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. TCK അത് നമ്മൾ ഫ്ലാഗ്സ് പഠിച്ചിട്ടുണ്ട്. ഈ ഫ്ലാഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? സോ ഇതിനു വേണ്ടിയിട്ടാണ് ഫ്ലാഗ്സ് യൂസ് ചെയ്യുന്നത്, SYN ആൻഡ് ACK. സോ എങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുന്നത്? സിങ്ക്രണൈസേഷൻ മെസ്സേജ് യൂസ് ചെയ്തിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒരു അക്നോളജ്മെന്റ് തിരിച്ചയക്കുന്നു, അക്നോളജ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചൊരു അക്നോളജ്മെന്റ് അയക്കുന്നു. അതിനുശേഷമാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രോഗ്രാമിംഗ് രീതിയിൽ നമുക്ക് ഇതിനെ നോക്കാം. ഇതൊന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഈ ഒരു ഫ്ലോ നോക്കിയാൽ മതി. ഈ എറോ മാർക്ക് നോക്കുക. എറോ മാർക്ക് ഇങ്ങോട്ട് പോയി, ദെൻ എറോ ഇങ്ങോട്ട് വന്നു. ഈ ഒരു എറോ മാർക്ക് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസത്തിനകത്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മാറ്റി അയക്കുന്നത്. അതാണ് ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം പോലെ തോന്നും, ബട്ട് സിമ്പിളാണ്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. ദിസ് ഈസ് ദ സെൻഡർ A, റിസീവർ B. Initially connection was closed and the second device started to listen. So first device connection establish ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിങ്ക്രണൈസേഷൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, SYN മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. SYN മെസ്സേജ് ഇവിടെ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരു അക്നോളജ്മെന്റ് അയക്കുന്നു. അതാണ് ഇവിടെ ഒരു അക്നോളജ്മെന്റ് ACK പാർട്ട് കാണാം. ഇതൊക്കെ ഓരോ ടൈമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ACK എന്നുള്ള മെസ്സേജുകൾ കാണിച്ചാൽ മതി. ഒരു അക്നോളജ്മെന്റ് മെസ്സേജ് അയക്കുന്നു, ഇവിടെ എത്തുന്നു. ആ അക്നോളജ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ഇനി നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ അപ്പോഴാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുക. ഈ 4th സ്റ്റേജിലാകുമ്പോഴത്തേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി എന്താ വേണ്ടത്? ഡാറ്റ അയക്കണം. സോ സെൻഡറിന്ന് റിസീവർ സൈഡിലോട്ട് ഡാറ്റ അയക്കുന്നു. സോ ഇങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡാറ്റ അയക്കുന്നുണ്ടാവുക. ഓക്കെ, നേരത്തെ കാണിച്ച ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് ഒരു കോഡിംഗ് രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സെൻഡർ, സിങ്ക്രണൈസേഷൻ മെസ്സേജ്, അക്നോളജ്മെന്റ്, അത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള അക്നോളജ്മെന്റ്. അത് തന്നെ മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ക്ലോസ്ഡ് ആയിരുന്നു ഇനീഷ്യലി, ഇത് ലിസൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സിങ്ക്രണൈസേഷന് വേണ്ടി ഒരു മെസ്സേജ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, അതിവിടെ എത്തി. സോ അതിൻ്റെ ഒരു അക്നോളജ്മെന്റ് എത്തി എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ഓക്കെ, സോ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വീണ്ടും ഒരു അക്നോളജ്മെന്റ് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോഴാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഡാറ്റ വെച്ചിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് കംപ്ലീറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് TCP വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുക. ആ സമയത്താണ് നമ്മൾ FIN എന്ന് പറയുന്ന നമ്മൾ ഫ്ലാഗ് കണ്ടിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ലാസ്റ്റ് ഒരു FIN സിഗ്നൽ അല്ലെങ്കിൽ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് ആയിരിക്കും പോകുന്നുണ്ടാവുക. അത് റിസീവറിന് കിട്ടി. ഓക്കെ, ഫൈനലായിട്ടുള്ള മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നു. കിട്ടി എന്നുള്ള ഒരു അക്നോളജ്മെന്റ് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. അങ്ങനെയാണ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. അത്
സെൻഡർ കംപ്ലീറ്റ് ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അക്നോളജ്മെന്റ് ആണ്. ഐ മീൻ കംപ്ലീറ്റ് ഡാറ്റ സെൻഡ് ചെയ്ത് നമുക്ക് ഇനി കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് ഈ ഒന്നാമത്തെ പാർട്ട് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ട് എന്തുണ്ടാവാം, റിസീവർ വേണമെങ്കിൽ പറയാം ഓക്കെ കണക്ഷൻ എന്തെങ്കിലും കണക്ഷൻ അത് ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ റിസീവർ സൈഡിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, സോ നമുക്കിവിടെ ഇപ്പോൾ ഉള്ള ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റോപ്പ് ആക്കാമെന്ന് റിസീവർ വേണമെങ്കിൽ പറയാം. അങ്ങനെയും കണക്ഷൻ വേണമെങ്കിൽ ക്ലോസ് ആവാം. ആ കേസിൽ എന്ത് ചെയ്യും, റിസീവർ അങ്ങോട്ടേക്ക് ഒരു ഫൈനൽ അയക്കും. ആ ഫൈനൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണക്ഷൻ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെൻഡർ ഇങ്ങോട്ടേക്ക് ഒരു റിക്വസ്റ്റ് അയക്കും, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കും, അക്നോളജ്മെന്റ് അയക്കും. അങ്ങനെയും കണക്ഷനെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് കണക്ഷൻ ടെർമിനേഷൻ. ഫൈനൽ ഇങ്ങോട്ടേക്ക് അയക്കുന്നു, അതിൻ്റെ അക്നോളജ്മെന്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റിസീവർ ഇങ്ങോട്ടേക്ക് ഒരു ഫൈനൽ അയക്കുന്നു, അതിൻ്റെ അക്നോളജ്മെന്റ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് കണക്ഷനെ TCP-യിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ്. എന്തുകൊണ്ട് നമ്മൾ 3-way ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്യുന്നു, 2-way ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്യുന്നില്ല, മീൻസ് 3-way എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് 2-way യൂസ് ചെയ്തുകൂടാ? അതായത് ഒരു സെൻഡറും അതിൻ്റെ അക്നോളജ്മെന്റ് മാത്രം കൊടുത്താൽ പോരെ, എന്തിനാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു അക്നോളജ്മെന്റ് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് അതിനെ 3-way ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? 2-way കൊണ്ട് മാത്രം പോരെ? ആ കാര്യമൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ ഇത്രയും എടുത്ത കാര്യങ്ങളൊക്കെയാണ് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് TCP, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് TCP, TCP-യുടെ ഹെഡർ ഫോർമാറ്റ്, ആ ഓരോ ഹെഡർ ഫോർമാറ്റിൻ്റെയും കൺസെപ്റ്റ് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, TCP-യുടെ വർക്കിംഗ് എങ്ങനെയാണ്, അതിലുള്ള 3 സ്റ്റേജസ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് കണക്ഷൻ ടെർമിനേഷൻ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മെക്കാനിസം എന്താണ്? 3-way ഹാൻഡ് ഷേക്കിംഗ്. എന്താണ് 3-way ഹാൻഡ് ഷേക്കിംഗ്? എങ്ങനെയാണ് ഈ 3-way ഹാൻഡ് ഷേക്കിംഗ് അച്ചീവ് ചെയ്യുന്നത്? ഏതൊക്കെ ഫ്ലാഗ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? SYN ആൻഡ് ACK ഫ്ലാഗ്സ്. ദെൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യണം. ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നത്? ഇത്രയും കൺസെപ്റ്റുകളൊക്കെയാണ്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്താണ് 2-way ഹാൻഡ് ഷേക്കിങ്ങിൻ്റെ പ്രോബ്ലം, സെൻഡും അതിൻ്റെ അക്നോളജ്മെന്റും മാത്രമായാൽ എന്താണ് ഇഷ്യൂ, എന്തിനാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് യൂസ് ചെയ്യുന്നത്, അതേപോലെ TCP യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈമേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെയാണോ? ഇന്നെടുക്കുക എന്താണ് TCP, ഹെഡർ ഫോർമാറ്റ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്, 3 സ്റ്റെപ്പ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൻ്റെ അകത്തുള്ള 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം എന്താണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ബട്ട് സിമ്പിൾ കൺസെപ്റ്റുമാണ്, നമുക്ക് ഈസിലി വരച്ച് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ ഇന്നത്തെ ക്ലാസ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഒന്നുകൂടി പറയുകയാണ്, ആ 3-way ഹാൻഡ് ഷേക്കിംഗ് എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ ചെറിയൊരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയൊരു മാർക്കിന്, മീൻസ് 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 6 മാർക്കിനോ 7 മാർക്സിനോ അല്ലെങ്കിൽ 10 മാർക്സ് ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ ലാസ്റ്റ് പാർട്ട് 10 മാർക്സിന് ഉണ്ടാവുക. സോ 6 to 7 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് 3-way ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ആ ഫിഗർ വരച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു കൺസെപ്റ്റാണ്. അതൊക്കെ ഓക്കെയാണോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യും. അതിനുശേഷം അറ്റൻഡൻസ് എടുക്കാം. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനവ് ആദർശ്, അദ്വൈത് അജ്മൽ, അഖിൽ അനഘ, അഞ്ജലി അനുഗ്രഹ്, അതിൻ അതുൽ, ദീപിക ദിൽന, മസ്ന ജസ്ന, കാർത്തിക് കീർത്തന, സിനാൻ ഇജാസ്, നഫ നേഹ, നിതിൻ പ്രണവ്, പ്രണവ് സി ഫൈസ,
Rasana Ruswan. Ruswan. Roshan Sahlabi. Sahalayan Sangeet. Sarang Sharon. Vishnu Shraddha. Present, sir. Vaishnavi Srishma. Okay. Anjita Shirona. Okay. Okay then. Baki next class. Okay. Thank you.